2010 ആ തുടക്ക സമയത്ത് മോളിവുഡിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ യുവനടൻ. എന്നാൽ പിന്നീട് ആസിഫ് അലിയെ കൊണ്ട് ഈ ലെവലിലുള്ള സ്റ്റാറിനും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ കരിയറിൽ ഒരുപാട് ഫ്ലോപ്പും ആസിഫ് അലി ഉണ്ടാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് ആസിഫ് അലിയുടെ കരിയറിൽ ഒരുപാട് നല്ല ഡിസിഷൻ വന്നിട്ടുണ്ട്. അതിന്റെ വിജയമായിരുന്നു കഴിഞ്ഞ വർഷം റിലീസായ അഡിയോസ് അമിഗോസ്, തലവൻ, കിഷ്കിന്ദ സിനിമയുടെ വിജയങ്ങളൊക്കെ. എന്തായാലും അങ്ങനെയുള്ള ആസിഫ് അലിയുടെ കരിയറിന്റെ ഒരു ഡീറ്റെയിൽ ആയ അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആസിഫ് അലി സിനിമ ഏതാണെന്ന് കമന്റ് ചെയ്തിട്ട് ഇന്ന് റിലീസായ രേഖാചിത്രത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കണേ. സിനിമാ ഫാക്ട്സ് മലയാളം സിനിമയെ കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ആസിഫ് അലിയുടെ കരിയർ തുടങ്ങുന്നത് 2009 2009 ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത റിതു എന്ന സിനിമയിലൂടെയാണ് ആസിഫ് അലി സിനിമാ കരിയർ തുടങ്ങിയത്. നിഷാൻ, ആസിഫ് അലി, റീമ കല്ലിങ്കൽ തുടങ്ങിയ ഒരു കൂട്ടം യുവാക്കളായിരുന്നു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 2009 റിലീസായ റിതു എന്ന ഈ ശ്യാമപ്രസാദ് സിനിമയിൽ ശരിക്കും ആസിഫ് അലി, നിഷാൻ സാഗർ എന്നീ 2 സ്റ്റാർസ് ഉണ്ടായിരുന്നു. ശരിക്കും ഇതിലെ നിഷാൻ സാഗർ ആയിരുന്ന നായകനായിട്ട് വന്നെങ്കിൽ പോലും ആസിഫ് അലിയാണ് കൂടുതലായിട്ടും ആളുകൾ ശ്രദ്ധിച്ചത്. പിന്നീട് തൊട്ടടുത്ത വർഷം, അതായത് 2010 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ജയറാം നായകനായ കഥ തുടരുന്നു എന്ന സിനിമയിൽ ഒരു ചെറിയ കഥാപാത്രം ഇതേപോലെ ആസിഫ് അലി ചെയ്തിരുന്നു. പിന്നീട് അപൂർവ രാഘവ് എന്ന സിബി മലയിലെ ചിത്രത്തിലും ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറെ ഇതേപോലെ ആസിഫ് അലി അവതരിപ്പിച്ചിരുന്നു. റിതു എന്ന സിനിമയിലെ അതേ കോംബോ ആയ നിഷാൻ സാഗറിനെ ആസിഫ് അലിയും തന്നെയാണ് ഈ സിനിമയിലും കാസ്റ്റ് ചെയ്തത്. പക്ഷെ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ വിജയമായില്ല. എന്നാൽ പോലും ഈ സിനിമയിൽ വില്ലനായിട്ട് വന്ന ആസിഫ് അലിയെ എല്ലാവരും ശ്രദ്ധിച്ചു. പിന്നീട് അതേ വർഷം റിലീസായ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന സിനിമയിൽ കൈലേഷിന്റെ സഹതാരമായും ഇതേപോലെ നമ്മൾ ആസിഫ് അലിയെ കണ്ടു. പിന്നീട് തൊട്ടടുത്ത വർഷം ഏകദേശം 10 സിനിമകളോളം ആസിഫ് അലി അഭിനയിച്ചു. ഇവയിൽ ആദ്യ സിനിമയായിരുന്നു ട്രാഫിക്. രാജേഷ് പിള്ള സംവിധാനം ചെയ്ത് മലയാള സിനിമയുടെ മുഖം തന്നെ മാറ്റിയ സിനിമയായിരുന്നു ഇതേ ട്രാഫിക് എന്ന സിനിമ. ഈ സിനിമയിൽ രാജീവ് എന്നൊരു കഥാപാത്രത്തെ ആസിഫ് അലി അവതരിപ്പിച്ചിരുന്നു. സ്പീഡ് പേടിയില്ലല്ലോ. 2011 മുതൽ ശരിക്കും പറഞ്ഞാൽ ആസിഫ് അലി ഒരു സോളോ ഹീറോ ആയിട്ട് മലയാളികൾ അംഗീകരിച്ചു. അതിന്റെ ആദ്യ ലക്ഷണമായിരുന്നു ഇത് നമ്മുടെ കഥ എന്ന സിനിമ. അതായത് തമിഴ് റിലീസായ നാടോടികൾ എന്ന സിനിമയുടെ ഡയറക്റ്റ് മലയാളം റീമേക്ക്. ഈ സിനിമയ്ക്ക് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ആസിഫ് അലി ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചപ്പോൾ നായകനായ നിഷാൻ സാഗറെ ഈ സിനിമയിൽ ആസിഫ് അലിയുടെ സഹനടനായിട്ട് വന്നു. എന്തായാലും ആ സിനിമ ബോക്സ് ഓഫീസിൽ അത്ര വലിയ വിജയമൊന്നും ആയില്ല. പിന്നീട് അതേ വർഷം തന്നെ റിലീസായ മറ്റൊരു സിനിമയായിരുന്നു വയലിൻ. സിബി മലയിൽ തന്നെ സംവിധാനം ചെയ്ത് ആസിഫ് അലി, നിത്യാമനൻ എന്നിവരായിരുന്നു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ അത്ര വലിയ വിജയമായി മാറിയില്ല. 2011 വർഷത്തിൽ ആസിഫ് അലിയുടെ മറ്റൊരു വിജയമായിരുന്നു സാൾട്ട് ആൻഡ് പേപ്പർ എന്ന സിനിമ. ആഷിഖ് അബു സംവിധാനം ചെയ്ത് ആസിഫ് അലി, ലാൽ, ശ്വേതാമനൻ തുടങ്ങി ഒരു കൂട്ടം വമ്പൻ താരങ്ങളെ അണിനിരത്തി ഒരു ന്യൂ ജനറേഷൻ സെറ്റപ്പിൽ വന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് അന്ന് ഉണ്ടാക്കിയത്. ആറ്റിങ്ങലാണോ വീട്? ശരിക്കും ഈ സിനിമയ്ക്ക് ലാലിനാണ് ഇമ്പോർട്ടൻസ് കൂടുതലെന്ന് പറഞ്ഞാലും അന്നത്തെ യൂത്തിന്റെ ഇടയിൽ ആസിഫ് അലി ഉണ്ടാക്കിയ ട്രെൻഡ് ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വലിയ രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയുടെ ഡയലോഗുകളായാലും കോമഡി ആയാലും എല്ലാം ഒരു വിന്റേജ് ദിലീപ് ജയറാം ഒക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ വിന്റേജ് ലാലേട്ടനെ കാണിക്കുന്ന മാൻഡ്രസോ ഒക്കെ പോലെ ആയിരുന്നു. എന്തായാലും ഈ റോള് ശരിക്കും അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് മാറി. പിന്നീട് അതേ വർഷം തന്നെ റിലീസായ മറ്റൊരു സിനിമയായിരുന്നു സെവൻ. ജോഷി സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, നിവിൻ പോളി തുടങ്ങി ഒരു കൂട്ടം യുവതാരങ്ങൾ ഉണ്ടായിരുന്ന ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾ ഒന്നും ചെയ്തത് ഇതേ ആസിഫ് അലി ആയിരുന്നു. ഈ സിനിമയും വൻ വിജയമായി മാറി. പിന്നീട് ഡോക്ടർ ലവ്, ഇന്ത്യൻ റുപ്പി എന്നീ സിനിമകളിൽ ക്യാമിയോ അപ്പിയറൻസായും ആസിഫ് അലിയെ കണ്ടു. പിന്നീട് 2012 ഒരുപാട് സിനിമകൾ ആസിഫ് അലിയുടെ റിലീസായി. ഇവയിൽ ആദ്യം റിലീസായത് ഒരു മാസ് മസാല സിനിമയായിരുന്നു. അതാണ് അസുരവിത്ത്. ഇത് ഞാൻ നിനക്ക് ചൊല്ലുന്ന ഒപ്പീസ. ഇത് 2002 തന്നെ റിലീസായ പൃഥ്വിരാജിന്റെ സ്റ്റോപ്പ് വയലേഴ്സിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഈ സ്റ്റോപ്പ് വയലേഴ്സ് എന്ന സിനിമ തന്നെ വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു അന്ന്. അതിന് സെക്കൻഡ് പാർട്ട് ഇറക്കിയപ്പോൾ ആദ്യം പൃഥ്വിരാജിനെ തന്നെ ആയിരുന്നു നായകനാക്കാൻ വെച്ചിരുന്നത്. പക്ഷെ പൃഥ്വിരാജിന്റെ ആ ഡേറ്റ് ഇഷ്യൂ കാരണമാണ് ഇത് ആസിഫ് അലിയിലോട്ട് വന്നത്. എന്നാൽ ഇതിന്റെ ഫസ്റ്റ് പാർട്ടും ഫ്ലോപ്പായി, സെക്കൻഡ് പാർട്ടും ഫ്ലോപ്പായി. ശരിക്കും പറഞ്ഞാൽ ആസിഫ് അലിയെ ഒരു ആക്ഷൻ ഹീറോയായി കാണാൻ മലയാളികൾ കൊതിച്ചിരുന്ന ഒരു സമയത്ത് അതിന് തുടക്കമിട്ടൊരു സിനിമയായിരുന്നു ഇതേ അസുരവിത്ത് എന്ന സിനിമ. പിന്നീട് വന്ന ഉന്നം എന്ന സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായി. ഇതിനുശേഷം പിന്നീട് ഓർഡിനറി എന്ന സിനിമയിൽ ഭദ്രൻ എന്ന വില്ലൻ കഥാപാത്രവും ആസിഫ് അലി ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അതുവരെ ഒരു നായക കഥാപാത്രങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആസിഫ് അലി ചെയ്ത ഒരു കിടിലൻ വില്ലൻ വേഷമായിരുന്നു ഓർഡിനറിയിലെ ഈ ഭദ്രൻ. പിന്നീട് മല്ലു സിംഗ് എന്ന സിനിമയിൽ യഥാർത്ഥ ഹൈദർ സിംഗ് ആയി ഒരു ക്യാമിയോ റോളും ആസിഫ് അലി ചെയ്തു. പിന്നീട് ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഹൈപ്പർ റിലീസായ സിനിമ വന്നു. അതായിരുന്നു ബാച്ചിലർ പാർട്ടി. അതായത് ആ സമയത്ത് വലിയ ട്രെൻഡ് സെറ്റർ ആണ് ആസിഫ് അലി. അതായത് യൂത്തിനൊക്കെ വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ആസിഫ് അലിയുടെ സിനിമകൾക്ക് ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ തന്നെ കലാഭവൻ മണി, റഹ്മാൻ, ഇന്ദ്രജിത്ത്, വിനായകൻ ഇവരൊക്കെ കണ്ടാൽ ഒരുമാതിരി
ഹോളിവുഡ് ലെവലിലുള്ള ഒരു ടൈപ്പാണ് ഇവരുടെ ലുക്കും ആറ്റിറ്റ്യൂഡും എല്ലാം. അതും ഒരു അമൽ നീരദ് സിനിമയിൽ ആസിഫ് അലി മെയിൻ ഹീറോ ആയിട്ട് വരുന്നു. ഇതുകൂടാതെ സിനിമയുടെ ക്ലൈമാക്സിൽ പൃഥ്വിരാജ് ഗസ്റ്റ് റോളിൽ വരുന്നു. അങ്ങനെ വലിയ ഹൈപ്പാണ് ഈ സിനിമ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ സിനിമയുടെ സോങ് ഒക്കെ വലിയ ട്രെൻഡായിരുന്നു. ഇതുകൂടാതെ ആസിഫ് അലിയുടെ കരിയറിൽ തന്നെ ഏറ്റവും സ്റ്റൈലിഷ് ആയ ആസിഫ് അലിയെ പ്രസന്റ് ചെയ്ത സിനിമ കൂടി ഇതാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടായിരിക്കില്ല. എനിക്കൊരു കുടുംബമുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കണം. എന്നാൽ പോലും അന്നത്തെ ഓഡിയൻസ് സിനിമ അക്സെപ്റ്റ് ചെയ്തില്ല. ഒരുപക്ഷെ ഇന്നെങ്ങാണോ വന്ന് സിമ്പിൾ ആയിട്ട് 100 കോടി കയറാവുന്ന ഒരു സിനിമയാണ് ഇതേ ബാച്ചലർ പാർട്ടി എന്നുള്ള സിനിമ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷൻ ഈ സിനിമ കാണുമ്പോൾ ഉറപ്പായിട്ട് ഓർക്കുക ഇത് അന്നത്തെ വലിയ ഹിറ്റാണ്. പക്ഷെ ഈ സിനിമ അന്ന് വലിയ ഫ്ലോപ്പ് ആയിട്ട് മാറി. പിന്നീട് ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിൽ ക്യാമിയോ റോളിൽ ആസിഫ് അലി കണ്ടു. അല്ല, അമിതാഭ് ബച്ചൻ. പിന്നീട് ഒഴിമുറി, ഹസ്ബൻഡ്സ് ഇൻ ഗോവ, ജവാൻ ഓഫ് വെള്ളിമല, 916, ഇഡിയറ്റ്സ്, അങ്ങനെ ഒരു കൂട്ടം സിനിമകൾ ആസിഫ് അലിയുടേതായി വന്ന് ഇവയെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി. പിന്നെ സീൻ 1 നമ്മുടെ വീട് എന്ന സിനിമയിൽ ഒരു ക്യാമിയോ അപ്പിയറൻസ് ആസിഫ് അലി ചെയ്തു. പിന്നീട് ആ വർഷം തന്നെ റിലീസായ മറ്റൊരു സിനിമയായിരുന്നു ഐ ലവ് മീ. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് ആസിഫ് അലി, ഉണ്ണിമൂന്തൻ എന്നിവരായിരുന്നു ഈ സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ഉണ്ണിമൂന്തൻ വലിയൊരു സ്റ്റാർഡത്തിലേക്ക് കടക്കുന്ന സമയം. ഇതുകൂടാതെ ആസിഫ് അലിയും അന്നത്തെ മികച്ച യുവതാരമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വമ്പൻ ഹൈപ്പിൽ റിലീസായ സിനിമയായിരുന്നു ഈ സിനിമ. ഇതുകൂടാതെ തന്നെ ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. തട്ടത്തിമറയത്ത് എന്ന സിനിമയിൽ നായികയായി ഒരു വലിയ തരംഗം തീർത്ത ഇഷാ തൽവാർ ഈ സിനിമയിൽ നായികയായി വന്നു. എന്തെല്ലാമൊക്കെ ചെയ്തിട്ടും ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായി. അതോടുകൂടി തന്നെ ആസിഫ് അലിയുടെ സ്റ്റാർഡം വീണ്ടും കുറയാൻ തുടങ്ങി. പിന്നീട് 2003 ആസിഫ് അലി ചെയ്ത മിക്ക സിനിമകളും ഫ്ലോപ്പ് ആയിരുന്നു. കൗബോയ്, കിളിബോയ്, റെഡ് വൈൻ, ബൈസൈക്കിൾ തീവ്സ്, അങ്ങനെ നിരവധി ഫ്ലോപ്പുകൾ. 2013 റിലീസായ ആസിഫ് അലി ഹിസ്റ്റോറിക് കോംബോ വന്ന സിനിമയായിരുന്നു ഈ ബൈസൈക്കിൾ തീവ്സ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ പലരും കണ്ടിട്ടില്ലായിരിക്കും. കാരണം ഇത്രത്തോളം ട്വിസ്റ്റുകളുള്ള മലയാള സിനിമ വളരെ അപൂർവമാണ്. എനിക്ക് ഇന്ന് കാണുമ്പോൾ ഈ സിനിമയുടെ ട്വിസ്റ്റ് ഒക്കെ അൺപ്രഡിക്റ്റബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സ് സീനിലൊക്കെ കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആയി പോകുന്ന പറഞ്ഞാലും എന്ത് രീതിയിലാണ് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതുപോലുള്ള ഒരുപാട് ട്വിസ്റ്റുള്ള സിനിമയായിരുന്നു ഈ സിനിമ. എന്നാൽ ഈ സിനിമയെ അന്ന് ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് പോലെയാണ് പോയത്. പിന്നീട് ഡി കമ്പനി എന്ന സിനിമയിലെ ഒരു സെഗ്മെന്റിലും ആസിഫ് അലിയെ കണ്ടു. പിന്നീട് അതേ വർഷം തന്നെ ആസിഫ് അലിയുടെ കരിയറിലെ വലിയൊരു ഹിറ്റ് സിനിമയും ഉണ്ടായി. അതായിരുന്നു ഹണി ബി. ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത് ന്യൂ ജനറേഷൻ യൂത്ത് ഓഡിയൻസിന് വേണ്ടി എടുത്ത ഒരു അടാറ് വൈബ് ഐറ്റം. ഹണി ബി എന്ന സിനിമ ശരിക്കും വലിയ ട്രെൻഡ് സെറ്ററായി മാറി. ഇന്ന് നമ്മൾ പറയുന്ന ബ്രോ, മച്ചാനെ, സീൻ ഇതുപോലുള്ള വേർഡ്സ് എല്ലാം വന്നത് ഇതേ ആസിഫ് അലിയിൽ നിന്നാണെന്നുള്ളത് പലർക്കും അറിയത്തുപോലുമില്ല. അതായത് ആ കാലത്ത് ആസിഫ് അലി ഉണ്ടാക്കിയ ട്രെൻഡ് ആയിരുന്നു ഇത്. അതായത് ഒരു കൊച്ചി ഗ്യാങ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു സെറ്റപ്പ് എല്ലാം ആ സമയത്ത് ആസിഫ് അലിയിൽ നിന്നുണ്ടായി. അതുകൂടാതെ സിനിമയിലെ പാട്ടുകളും എല്ലാം വൺ ട്രെൻഡായി. ഇതൊക്കെ ആയെന്ന് പറയാനും സിനിമയുടെ സെക്കൻഡ് പാർട്ട് എടുത്ത് ഈ ഒരു പേര് കളഞ്ഞു എന്നുള്ളത് വേറൊരു ചരിത്രം. എന്തായാലും ഹണി ബി എന്നുള്ള സിനിമ ആ സമയത്ത് യൂത്തിന്റെ ഇടയിൽ ഉണ്ടാക്കിയ ഓളം ഒട്ടും ചേർന്നല്ല. പിന്നീട് 2014 ഇതേപോലെ തന്നെ ആസിഫ് അലിയുടെ പല സിനിമകൾ വന്നെങ്കിലും ഇവയെല്ലാം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയാണ് മാറിയത്. പകിട, മോസയിലെ കുതിരമീനുകൾ, ഹായ് ഐ ആം ടോണി, അപ്പോ തിഗിരി, അങ്ങനെ പല സിനിമകൾ. 2014 ശരിക്കും പറഞ്ഞാൽ ആസിഫ് അലിക്ക് തീരെ നല്ലൊരു വർഷമായിരുന്നില്ല. ആ വർഷം ആകെ എടുത്തു പറയാനുള്ളത് സപ്തമാശ്രീ തസ്കര എന്ന സിനിമയായിരുന്നു. ശരിക്കും ഈ സിനിമയിൽ ആസിഫ് അലി സഹതാരമാണെങ്കിൽ പോലും നായകനോടൊപ്പം നിൽക്കുന്ന, അതായത് പൃഥ്വിരാജ് ചെയ്ത നായകനോടൊപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു മികച്ച വേഷം കൂടിയായിരുന്നു ആസിഫ് അലി ചെയ്തത്. ഈ സിനിമയിൽ ആസിഫ് അലിയെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു വല്ലാത്ത അദ്ദേഹം ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു ക്യാരക്ടറായിരുന്നു ചെയ്തു വെച്ചത്. എന്തായാലും നമ്മള് കക്കാൻ പോവാ, കയ്യിൽ കുറച്ച് കാശ വരും. അപ്പോ നമ്മുടെ ഇടയിൽ എന്റെ ഒന്നുമില്ല. എന്തായാലും ഈ സിനിമയുടെ കഥാപാത്രം വളരെ മികച്ചതായിരുന്നു. പിന്നീട് വെള്ളിമൂങ്ങ എന്ന സിനിമയിൽ ചാർലി എന്ന, അല്ലെങ്കിൽ ജോസൂട്ടി എന്ന ഒരു കഥാപാത്രം കൂടി ആസിഫ് അലി ചെയ്തു. ആസിഫിന്റെ കരിയറിലെ തന്നെ മികച്ച ക്യാമിയോ റോളുകളൊന്നും കൂടിയായിരുന്നു ഈ സിനിമ. പിന്നീട് അതേ വർഷം തന്നെ മൈലാഞ്ചി മഞ്ജുള്ള വീട് എന്ന സിനിമയിൽ അൻവർ എന്നൊരു കഥാപാത്രത്തെയും ആസിഫ് അലി ചെയ്തു. പിന്നീട് 2015 ആസിഫ് അലിയുടേതായി കുറെ അധികം സിനിമകൾ വന്നു. യൂട്യൂബ് റൂട്ടസ്, നിർണായകം, ഡബിൾ ബാരൽ തുടങ്ങിയ സിനിമകളിലെല്ലാം അത്യാവശ്യം നല്ല നല്ല ക്യാരക്ടറുകൾ ചെയ്തുവെങ്കിലും സിനിമകളൊന്നും തന്നെ അത്ര വലിയ വിജയമായി മാറിയില്ല. 2015 ആസിഫ് അലിയുടെ പല സിനിമ വന്നെങ്കിലും എടുത്തു പറയുന്ന സിനിമ കൊഹിനൂർ ആയിരുന്നു. എന്നാലും ഈ കൊഹിനൂർ ബോക്സ് ഓഫീസിലെ അത്ര വലിയ വിജയമായിട്ട് മാറില്ല. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് ആസിഫ് അലി, അജു വർഗീസ് തുടങ്ങി എല്ലാവരും വന്നൊരു സിനിമയായിരുന്നു. ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു ജുവലറിയിൽ നിന്ന് നടക്കുന്ന ഒരു മോഷണത്തെയൊക്കെ ബേസ് ചെയ്തെന്ന് വന്ന സിനിമയാണ്. സിനിമയുടെ ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ബൈസൈക്കിൾ തീവ്സിലൊക്കെ കാണുന്ന പോലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടൈപ്പ് ട്വിസ്റ്റ് ആണ് സിനിമയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് ആ ഒരു റേഞ്ചിൽ പോയി. എന്നാൽ പോലും ഈ സിനിമ ഇതിനേക്കാൾ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നെങ്ങാൻ റിലീസായ സിമ്പിൾ ആയിട്ട് ഈ സിനിമ ഒരു 50 കോടി ക്ലബ്ബിൽ കയറും. പിന്നീട് അതേ വർഷം തന്നെ റിലീസായ മറ്റൊരു സിനിമയായിരുന്നു അമർ അക്ബർ അന്തോണി. ഈ സിനിമയിലെ ഫൈസൽ എന്ന ക്യാരക്ടർ നമ്മൾ ഒട്ടും മറക്കാൻ സാധ്യതയില്ല.
ഇതെന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാര. സിനിമയിൽ 3 നായകന്മാർ ഓൾറെഡി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആസിഫലിയുടെ കഥാപാത്രത്തെ ഓർത്തിരിക്കാറുണ്ട്. പിന്നീട് അതേപോലെ തന്നെ ചാക്കോച്ചനോടൊപ്പം ആസിഫലി ചെയ്ത സിനിമയായിരുന്നു രാജമാറ്റിയാഹു. അത്യാവശ്യം നല്ല ഹൈപ്പിൽ വന്നുവെങ്കിലും ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി. പിന്നീട് 2016 ആസിഫലിയുടേതായി 3 സിനിമകളാണ് വന്നത്. ഇവയിൽ ആദ്യ സിനിമയായിരുന്നു ഇത് താണ്ട പോലീസ്. മനോജ് പലോടൻ സംവിധാനം ചെയ്ത് ആസിഫ് അലി, അഭിരാമി എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമ ഒരു കോമഡി എന്റർടൈനർ ആയിരുന്നെങ്കിലും സിനിമ ബോക്സ് ഓഫീസിൽ വിജയിച്ചില്ല. പിന്നീട് റിലീസായ ആസിഫ് അലിയുടെ സിനിമയായിരുന്നു അനുരാഗ് കരിക്കും വെള്ളം. ആസിഫ് അലിയെ നായകനാക്കി എന്ന് പറയുന്നതിനേക്കാൾ ഒരു മൾട്ടിസ്റ്റാർ സിനിമയായിരുന്നു ഈ വന്ന അനുരാഗ് കരിക്കും വെള്ളം. ഈ സിനിമയിൽ ബിജു മേനോന്റെ മകൻ വേഷത്തിലായിരുന്നു ആസിഫ് അലി വന്നത്. ഈ തല്ലുമാലയുടെ സംവിധാനമായ ഖാലിദ് റഹ്മാൻ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. പക്ഷെ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയമായില്ല. എന്നാൽ പോലും എടുത്തു പറയാവുന്ന ആ സമയത്ത് ആസിഫ് അലിയുടെ നല്ലൊരു വിജയമായിരുന്നു ഈ സിനിമ. ഒരു വല്ലാത്തൊരു ഫീൽ ഗുഡ് ലെവലിലാണ് സിനിമ തുടക്കം വരെ പോകുന്നത്. ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ 2 ഹീറോസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൂടുതലായും ഇതിൽ ഇഷ്ടപ്പെടുന്നത് ബിജു മേനോനെ ആയിരിക്കാം. എന്നിരുന്നാൽ പോലും ആസിഫ് അലിയുടെ വളരെ മികച്ചൊരു സിനിമ കൂടിയായിരുന്നു ഇതേ അനുരാഗ് കരിക്കും വെള്ളം. പിന്നീട് അതേ വർഷം തന്നെ റിലീസായ കാവ്യ ഉദ്ദേശിച്ചത് എന്ന സിനിമ മികച്ചൊരു സിനിമ ആയിരുന്നെങ്കിൽ പോലും സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി. പിന്നീട് ശരിക്കും 2017 ആസിഫ് അലിയുടേതായി വന്ന സിനിമകളെല്ലാം തന്നെ പരാജയമായിരുന്നു. ഇവയിൽ ആദ്യ സിനിമ ഹണീബി 2 ആയിരുന്നു. അതായത് ആസിഫിന്റെ കരിയറിൽ തന്നെ വൻ ഫാൻ ഫോളോവിംഗ് ഉള്ള ഹണീബി എന്ന സിനിമയുടെ 2ാം ഭാഗം. ഈ ഹണീബി 2വിനും ബോക്സ് ഓഫീസിൽ ഒന്നും തന്നെ കാണാനായില്ല. പിന്നീട് ടേക്ക് ഓഫ് എന്ന സിനിമയിൽ ഒരു ക്യാമിയോ റോളും ആസിഫ് അലി കണ്ടു. അതിനുശേഷം പിന്നീട് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ, അവരുടെ രാവുകൾ, സൺഡേ ഹോളിഡേ, തൃശ്ശൂർ പേരൂർ ക്ലിപ്തം, ഹണീബി 2.5, കാറ്റ്, അങ്ങനെ നിരവധി സിനിമകൾ വന്നിരുന്നു. 2017 ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫ്ലോപ്പിന്റെ ഇടയിൽ ആസിഫ് അലിക്ക് കിട്ടിയ നല്ലൊരു സിനിമയാണ് സൺഡേ ഹോളിഡേ. പാടും കുളിരായി വന്നതാരു ഇവളോ. ജിസ്റ്റോ തന്നെ സംവിധാനം ചെയ്ത ഈ സിനിമ വളരെ, അല്ലെങ്കിൽ ഫീൽ ഗുഡിന്റെ ഒരു പീക്കാണ് നമുക്ക് തരുന്നത്. സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് കാണുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് വേറെ ലീഗാണ്. ഇതിലെ ആദ്യയുടെ പെർഫോമൻസും എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. പിന്നീട് 2018 ഇതേപോലെ 3 സിനിമകൾ വന്നു. ഇവയിൽ ബിടെക്, ഇബിലിസ്, മന്ദാരം, ഈ 3 സിനിമകളിൽ ബിടെക് മാത്രമാണ് ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. ഇവയിൽ മന്ദാരം എന്ന സിനിമയ്ക്ക് ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ വലിയ ഡിസാസ്റ്ററുകളിലൊന്നാണ്. ആ കാലത്ത് ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റ് കേൾക്കാതെയാണോ ആസിഫ് അലി സിനിമകൾ സെലക്ട് ചെയ്തത് എന്ന് പോലും ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ഫ്ലോപ്പ് സിനിമകളായിരുന്നു ആസിഫ് അലിക്ക് ഉണ്ടായിരുന്നത്. 2018 ആസിഫ് അലിയുടെ ഒറ്റ ഹിറ്റേ ഉള്ളൂ, അത് ബിടെക് എന്നുള്ള സിനിമ. പക്ഷെ ഈ സിനിമയ്ക്ക് വേണ്ടി ആസിഫ് അലി റിജക്ട് ചെയ്ത സംഭവമുണ്ട്. അതാണ് എബ്രഹാമിന്റെ സന്തതികൾ. എബ്രഹാമിന്റെ സന്തതികൾ എന്ന സിനിമയില് മമ്മൂക്കയുടെ അനിയനായിട്ട് ആദ്യം കാസ്റ്റ് ചെയ്തത് ഇതേ ആസിഫ് അലിയാ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആസിഫ് അലി ആ സിനിമയില് അനിയനായിട്ട് ചെയ്യുന്നതിന് ഡബിൾ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയത്. എന്നിട്ട് ആ സിനിമ റിജക്ട് ചെയ്താണ് ആസിഫ് അലി ബിടെക് ചെയ്തത്. ബിടെക് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ആസിഫ് അലിയുടെ ഒരു ക്രൂഷ്യൽ പോയിന്റ് ആയിരുന്നു. അതായത് ഒരുപാട് ഫ്ലോപ്പിന്റെ ഇടയിൽ ആസിഫ് അലിക്ക് കിട്ടിയ നല്ലൊരു ഹിറ്റ് ആയിരുന്നു ഈ ബിടെക് എന്നുള്ള സിനിമ. പിന്നീട് 2019 വിജയ് സൂപ്പർ പൗർണമി, മേരാനാം ഷാജി, ഉയരെ, വൈറസ്, ഉണ്ട, കക്ഷി അമ്മിണിപ്പിള്ള, അണ്ടർവേൾഡ്, കെട്ടിയോളാണെന്റെ മാലാക തുടങ്ങി ഒരുപാട് സിനിമകൾ റിലീസായി. ഇവയിൽ ഉണ്ട എന്ന സിനിമയിലെ ആസിഫ് അലിയുടെ ക്യാമിയോ റോൾ അത്യാവശ്യം ശ്രദ്ധ നേടിയെടുത്തു. 2019 ഫ്ലോപ്പ് ആയി പോയെന്ന് പറഞ്ഞാലും ആസിഫ് അലിയുടെ മികച്ചൊരു വേഷമായിരുന്നു ഈ അണ്ടർവേൾഡ് എന്ന സിനിമ. സിനിമയിലെ സ്റ്റാലിൻ ജോണിന്റെ സ്വാഗൊക്കെ വേറെ ലീഗാണ്. അതായത് ചില സീനൊക്കെ ഉണ്ട്, നമുക്ക് കാണുമ്പോൾ ആസിഫ് അലി ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ നമ്മൾ തോന്നും. ഞാനൊരു ഇത്തിരി മോശം സാറേ, പുറത്ത് മാത്രമല്ല അകത്തും. എന്തായാലും സിനിമ ഫ്ലോപ്പ് ആയി പോയത് ഒരു വലിയ അത്ഭുതമാണ്. ഇന്നും കാണുമ്പോൾ ആസിഫ് അലിക്ക് ഇത്രയും കിടുവായിട്ട് സ്വാഗൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ നമ്മൾ ചിന്തിക്കും. ശരിക്കും പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ടിക്കറ്റാക്കലൊക്കെ ഈ ഒരു റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ ബോക്സ് ഓഫീസിൽ വേറെ ലീഗായിട്ട് ആസിഫ് അലി മാറും. ഇതേ വർഷം തന്നെ റിലീസായ കെട്ടിയോളാണെന്റെ മാലാക എന്ന സിനിമ നിസാം ബഷീർ ആയിരുന്നു സംവിധാനം ചെയ്തത്. ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ആസിഫ് അലിയുടെ റോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ സിനിമയിലെ സ്ലീവാച്ച് എന്നുള്ള റോളൊക്കെ, അതായത് ഒരു നിഷ്കളങ്കനായ യുവാവ്, ആ ഒരു ലീഗിൽ പോകുന്നൊരു റോളായിരുന്നു. എന്തായാലും ഈ സിനിമയും അത്യാവശ്യം നല്ല ബോക്സ് ഓഫീസ് കളക്ഷൻ ആ സമയത്ത് ഉണ്ടാക്കിയത്. ആണും പെണ്ണും തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാവി അത് ഇവര് തമ്മിലുണ്ട്. പിന്നീട് 2021 മോഹൻകുമാർ ഫാൻസ് എന്ന സിനിമയിൽ ആസിഫ് അലിയായി തന്നെ ക്യാമിയോ റോൾ ചെയ്യുകയും പിന്നീട് ആണും പെണ്ണും, എല്ലാം ശരിയാകും, കുഞ്ഞൽദോ തുടങ്ങി 3 സിനിമകൾ വന്ന് 3 സിനിമകളും ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായി മാറ്റുകയും ചെയ്തു. പിന്നീട് 2022 റിലീസായ ആസിഫ് അലി സിനിമകളിൽ പലതും ബോക്സ് ഓഫീസ് ഫ്ലോപ്പ് ആയിരുന്നു. കുറ്റവും ശിക്ഷയും, ഇന്നലെ വരെ, മഹാവീര്യർ, കൊത്ത്, അങ്ങനെ ഒരുപാട് സിനിമകൾ ആദ്യം തന്നെ റിലീസായി. ഇവയെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയമായി. പിന്നീട് വന്ന റോഷാർക്ക് എന്ന സിനിമയിലെ ദിലീപ് എന്ന ക്യാരക്ടർ ഏറെ ശ്രദ്ധ നേടിയെടുത്തു. ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ മുഖം പോലും ഇല്ലാത്തൊരു ക്യാരക്ടറായിരുന്നു ആസിഫ് അലിക്ക്. എന്നിട്ട് പോലും മമ്മൂക്കയോടൊപ്പം തന്നെ പ്രശംസ നേടിയെടുക്കാൻ ആസിഫ് അലിയെ കൊണ്ട് സാധിച്ചു. പിന്നീട് റിലീസായ കൂമൻ എന്ന സിനിമ ആസിഫ് അലിയുടെ അതുവരെ ഉണ്ടായിരുന്ന കരിയറിലെ ഏറ്റവും വലിയ വിജയമായി മാറി. ജിത്തു ജോസഫ് ആസിഫ് അലി കോംബോ വന്ന സിനിമയായിരുന്നു കൂമൻ. ഈ കൂമൻ എന്നുള്ള സിനിമ ശരിക്കും പറയാൻ നമ്മൾ കണ്ടു പറഞ്ഞ മീശമാധവനൊക്കെ പോലുള്ള ഒരു ടൈപ്പായിരുന്നു. എന്നാലും ഈ സിനിമയുടെ ഇന്റർവെൽ ബ്ലോക്ക് ശരിക്കും പറയാൻ നമ്മളെ ഞെട്ടിച്ചു പോകും. പക്ഷെ ആ ഇന്റർവെൽ ബ്ലോക്ക് വരെ സിനിമ പോകുന്നൊരു പോക്കുണ്ട്. ആ ഒരു പോക്ക് സെക്കൻഡ് ഹാഫിൽ കിട്ടുന്നില്ല. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഒരു സാധാരണ ത്രില്ലർ പടം ഇങ്ങനെ കണ്ടുപോകുന്നു എന്നൊരു രീതിയിലോട്ട് മാറി. എന്റെ കൺമുന്നിൽ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയതല്ലേ,
അവനെ ഞാൻ പോക്കും സാർ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ മേളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഈ സിനിമയ്ക്ക് കിട്ടിയേനെ. ഇതിന് ബോക്സ് ഓഫീസ് കളക്ഷൻ കുറയാനായിട്ടുള്ള വേറൊരു കാരണം ആസിഫിനെ ആ സമയത്ത് സ്റ്റാർഡമാണ്. അതായത് വെറും ഒരുപാട് മോശം സിനിമകൾ ഇങ്ങനെ ചെയ്ത് വന്ന സമയത്താണ് ആസിഫ് അലിക്ക് ഇങ്ങനെ നല്ല സിനിമ കിട്ടിയത്. പിന്നീട് അതേ വർഷം തന്നെ ഷാജി കൈലാസിന്റെ കാപ്പ എന്ന സിനിമയിലും ആനന്ദ് അനിരുദ്ധ എന്നൊരു കഥാപാത്രത്തെ ആസിഫ് അലി അഭിനയിച്ചു. പിന്നീട് 2023 മഹേഷും മാരുതിയും, 2018 കാസർഗോഡ്, ഒറ്റ, എ രഞ്ജിത്ത് സിനിമ, അങ്ങനെ പല സിനിമകൾ റിലീസായെങ്കിലും ഇവയിൽ 2018 എന്ന മൾട്ടിസ്റ്റാർ സിനിമ മാത്രമാണ് ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒറ്റ, എ രഞ്ജിത്ത് സിനിമ, മഹേഷും മാരുതിയും പോലുള്ള സിനിമകളൊക്കെ കമ്മിറ്റ് ചെയ്തതിന് മുമ്പ് ശരിക്കും ആസിഫ് അലി കരിയറിനെ കുറിച്ച് ഒരു ഫ്യൂച്ചർ പ്ലാൻ പോലും ഇല്ലാതെയാണ് സിനിമ സെലക്ട് ചെയ്തതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം അത്രത്തോളം മോശമായ പല സിനിമകളും ഈ കാലയളവിൽ ആസിഫ് അലി ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയുടെ കരിയറിൽ ഏറ്റവും മറക്കാനൊക്കെ ഒരു വർഷം ഉണ്ടെങ്കിൽ അത് ഈ കഴിഞ്ഞ 2024 ആയിരിക്കും. ഈ വർഷം ആദ്യം റിലീസായത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ ക്യാമറ റോളായിരുന്നു. പിന്നീട് മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന സിനിമയിലും ആസിഫ് അലി ഒരു ക്യാമറ റോളിൽ വന്നു. പിന്നീട് അതായത് ഈ വർഷത്തെ ആദ്യ ഹിറ്റ്, ശരിക്കും പറഞ്ഞാൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ആസിഫ് അലി ഒരു മികച്ച വേഷം ചെയ്യുന്നത്. അത് തലവൻ എന്ന സിനിമയായിരുന്നു. ഇടിച്ച് ഞാൻ പിഴിയും കഴിവറി. ആസിഫ് അലിയുടെ തന്നെ ഏറ്റവും മികച്ച ആക്ടർ ഡയറക്ടർ കോംബോ ആയ ജിസ്റ്റോയ്ക്കൊപ്പം വന്ന് ബിജു മേനോൻ, ആസിഫ് അലി എന്നിവർ പ്രധാന വേഷം ചെയ്ത തലവൻ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ ഒരു വലിയ വിജയമായി മാറി. പിന്നീട് വന്ന ലെവൽ ക്രോസ് എന്ന സിനിമ ബോക്സ് ഓഫീസ് പരാജയം നേരിട്ടുവെങ്കിലും സിനിമയ്ക്ക് ഏറെ മികച്ച അഭിപ്രായങ്ങൾ ഒരുപാട് നേടിയെടുത്തു. പിന്നീട് റിലീസായ അഡിയോസ് അമിഗോസ് എന്ന സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ വിജയമായില്ലെങ്കിൽ പോലും സിനിമയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രശംസയും ആസിഫ് അലിയുടെ കരിയറിലെ മികച്ചൊരു പെർഫോമൻസും നേടാൻ സാധിച്ചു. പിന്നീട് ഇക്കഴിഞ്ഞ ഓണത്തിന് റിലീസായ കിഷ്കിന്ത കാണ്ഡം, അപ്പുറത്ത് നിൽക്കുന്ന എന്റെ അച്ഛനല്ലേ. അതായത് ദിഞ്ചിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് ആസിഫ് അലി, അപർണ ബാലമുരളി തുടങ്ങിയവർ പ്രധാന കഥാപാത്രമായിരുന്ന കിഷ്കിന്ത കാണ്ഡം ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ മികച്ചൊരു കഥാപാത്രവും മികച്ചൊരു വിജയമായി മാറി. ആസിഫ് അലിയുടെ കരിയറിൽ ഏറ്റവും മറക്കാനൊക്കെ ഒരു വർഷം ഉണ്ടെങ്കിൽ അത് ഈ കഴിഞ്ഞ 2024 ആയിരിക്കും. തലവനായാലും അഡിയോസ് അമിഗോസ് ആയാലും കിഷ്കിന്ത കാണ്ഡം ആയാലും എല്ലാം വളരെ മികച്ച സിനിമകളായിരുന്നു. ഇൻക്ലൂഡിങ് ഇദ്ദേഹം ഗസ്റ്റ് റോളിൽ വന്ന വർഷങ്ങൾക്ക് ശേഷം ആയപ്പോലും ബോക്സ് ഓഫീസിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ സിനിമയായിരുന്നു. ഇതുകൂടാതെ പുള്ളി മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലും ഗസ്റ്റ് റോളിൽ വന്നു. എന്നാൽ പോലും ഈ സിനിമകളെല്ലാം അത്യാവശ്യം നല്ലൊരു സിനിമകളായിരുന്നു. എന്തായാലും അതിന്റെ വേറെ ലീഗ് ആയിരിക്കും ഇനി വരാൻ പോകുന്ന ഈ 2025 വർഷം. ഇതിൽ ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്യുന്നത് ഈ ടിക്കി ടാക്ക് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നീട് ഇന്ന് റിലീസായ രേഖാചിത്രം, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അത് നിങ്ങൾ തന്നെ പറയുക. അപ്പം എന്തായാലും ആസിഫ് അലിയുടെ കരിയറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് സിനിമ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ പേജ് ചാനൽ ഫോളോ ചെയ്യണേ. പിന്നെ ഇന്ന് റിലീസായ രേഖാചിത്രം എന്നുള്ള സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം അതുകൂടെ നിങ്ങളൊന്ന് പറഞ്ഞേക്കാം.